ഇത്ര വിപുലമാകാനുണ്ടായ ഒരു കാരണം എന്താ വെച്ചാല് സോഷ്യൽ മീഡിയയിൽ സമസ്തയുടെ ശത്രുക്കളായ ആളുകളുടെ കുപ്രചരണങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ ഒരിക്കലും നിർവാഹമില്ല. അവർക്ക് പ്രത്യേകം നന്ദി കൂടി അർപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിക്കാട് ജാമിഅ നൂറി അറബി കോളേജ് ആണെങ്കിലും കരുവാരകുണ്ട് ദാറുൽ നജാത്ത് ഇസ്ലാമിക് സംഘടന, ഇതൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ്. സമസ്ത വളവും നൽകിക്കൊണ്ട് സമസ്തയുടെ സമുന്നതരായ ആലിമീങ്ങളും അതുപോലെ സാദാത്യങ്ങളും വളർത്തിയെടുത്ത മഹത്തായ സ്ഥാപനങ്ങളാണ് ഈ ദാറുൽ നജാത്ത് ഇസ്ലാമിക് സെന്റർ ആകട്ടെ, അതല്ലെങ്കിൽ കേരളത്തിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന അറബി കോളേജുകൾ ഏത് പരിശോധിച്ചാലും സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ്. ഇന്ന് അതിന് അപവാദമായിക്കൊണ്ട് അതിന് സമസ്തക്കൊരു റോളില്ല, ഞങ്ങൾ മാത്രമാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവരോട് ഒന്നും പറയാനില്ല. ഞങ്ങളൊന്നും കടലാസെന്ന് വെട്ടിയെടുത്തോലല്ലാതെ മാത്രമേ മറുപടി പറയാം. ഞങ്ങളൊക്കെ ചങ്കിൽ ചോരയിലോടത്തോളം കാലം 926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ സംഘടന ഇവിടെ രൂപീകരിച്ചത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും പറയാനും പ്രചരിപ്പിക്കാനുമാണെങ്കിൽ, ബിദ്അത്തിന്റെ അഹ്ലുകാരെ തടയിടാനാണെങ്കിൽ, ജീവനുള്ളോടത്തോളം കാലം ആ ആദർശത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ ഇരിക്കുന്ന ഒന്നരായ ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സമസ്തക്ക് സംരക്ഷണ കവചം ചെയ്യാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകുന്ന ഞങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ആരെങ്കിലും വാറോലകൾ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ തിത്തൂരം വാങ്ങിയിട്ട് ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും വചനം ഉപയോഗിച്ചതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും നടക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊടുന്ന് തോരണം ചാർത്തിയപ്പോ പുഞ്ചിരി തൂകിയ പ്രവാചകന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിലേറ്റുമ്പോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തൂക്കുമരം ഏറ്റുവാങ്ങാൻ തയ്യാറായ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, അതാണ് സമസ്തയുടെ നേതാക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ച പൈതൃകം. ഒരു കാര്യം മാത്രം സ്വാഗത ഭാഷണത്തിൽ എനിക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാല്, നാവ് കൊണ്ട് മുറിവാക്കിയാല് അത് ഉണങ്ങാൻ പ്രയാസമായിരിക്കും. കത്തി കൊണ്ട് മുറിവാക്കിയാൽ ഒരു പക്ഷേ ട്രീറ്റ്മെന്റ് ചെയ്ത് മരുന്ന് വെച്ച് കെട്ടിയാൽ അത് ഉണങ്ങിപ്പോകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സമസ്തയുടെ മക്കളെ മുമ്പിൽ ഒരു ഭീഷണിക്കും ആരുടെ ഭീഷണിക്കും മുമ്പിലും വേണ്ടുന്ന പ്രശ്നം ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് വളരെ സുന്ദരമായ രീതിയിൽ കരുവാരകുണ്ട് റേഞ്ച് സ്വദേശി ഉസ്താദുമാരുടെ ഒരു യോഗം ചേർന്നുകൊണ്ട് വാക്കോട് ഉസ്താദിന് ഒരു മൊമെന്റ് കൊടുക്കണം. ആ ആദരം കരുവാരകുണ്ട് പഞ്ചായത്തിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്ന് മാത്രം ഉദ്ദേശിച്ചാണ് വാസ്തവത്തിൽ ആദ്യം ഇതിന്റെ സംഘാടകർ പരിപാടിയുമായി മുന്നോട്ട് പോയത്. അതിന്റെ ഇടയിലാണ് ചില തടയലുകളും പാലുകളോട്ടവും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട അസ്ഹർ അലി ഫൈസിയാണ് ഈ മഹത്തായ പരിപാടിയിൽ കയ്യും കാലും പൊട്ടുന്നവർ. കയ്യും കാലും പൊട്ടുന്നത് മാത്രമല്ല, ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചോളം, വീട്ടിൽ പോയിട്ട് പറയുന്നത് അവിടെ വരരുത്, നിങ്ങളെ കയ്യും കാലും കെട്ടി നിങ്ങളെ കൊന്നിടാൻ വേണ്ടിയാണ് അവിടെ തയ്യാറാണ്. ഇത്രത്തോളം നീചമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ, ഹീനമായ പ്രവർത്തനം നടത്തുമ്പോ ഞങ്ങൾക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായിരുന്നാലും ആ കയ്യും കാലും വെട്ടാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ കാത്തിരിക്കുന്ന അസ്ഹർ അലി ഫൈസി ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഇവിടെ എത്തും. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളൊക്കെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ ഞങ്ങളെ ഉസ്താദുമാർ ഒരു രോമത്തിന് പോറലേൽപ്പിക്കാൻ അവിതർക്കിതമായി കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നില്ല, ഇതൊന്നും ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയല്ല. നമ്മുടെയൊക്കെ ജന്മനാൽ ജീവിതത്തിൽ ഉറച്ച നമ്മുടെ രക്തങ്ങളിൽ അലിഞ്ഞതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ സംഘടന. അതിനെ തകർക്കാൻ, നമ്മുടെ വിശ്വാസങ്ങൾക്ക് വൈകല്യം വരുത്താൻ
ഏതൊക്കെ വിധേയ പ്രസ്ഥാനക്കാരിൽ നിന്ന് തൃട്ടൂരങ്ങൾ വാങ്ങിയിട്ട് അച്ചാരം വാങ്ങിയിട്ട് ആരൊക്കെ ഇറങ്ങി പുറപ്പെട്ടാലും അവരെ ഇരുത്തോണ്ടെടുത്ത് ഇരുത്താൻ സമസ്തയുടെ ഈ മക്കൾ തയ്യാറാണ് എന്ന് ഉച്ചൈസരം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ മഹത്തായ സംരംഭത്തിൽ പങ്കെടുത്ത വന്ദനായ ഉസ്താദുമാർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് അവരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടാൻ ന്യായം തരം ജാമ്യാനുവിൽ നിന്ന് പുറത്താക്കപ്പെട്ട അസ്ഹർ അലി വൈസി ദാറുന്നജാത്തിൽ എങ്ങനെ ഉദ്ഘാടനം ചെയ്യാം ഇപ്പൊ കാണിച്ചാൽ മാത്രമല്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അസ്ഹർ അലി വൈസി എന്ന് പറഞ്ഞാൽ കേന്ദ്ര മുസാവറയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളാകുന്ന 40 അംഗ സഭയാണ് സമസ്ത മുസാവറ എന്ന് പറയുന്നത്. ആ സമസ്ത മുസാവറയിൽ ഒരംഗമാണ് അസ്ഹർ അലി വൈസി. മാത്രമല്ല അദ്ദേഹം ജാമിയ നൂരിയയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം സമസ്ത മുസാവറയുടെ തീരുമാനം എന്താ? അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത് പുനഃപരിശോധിക്കണമെന്ന് ഐക്യകണ്ഠേന സമസ്ത മുസാവറ അവിടെ തീരുമാനമെടുത്തിട്ടില്ലേ? അവ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാത്ത കാലത്തോളം എന്നാ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളെ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ കയറ്റിയെടുത്തുകൊണ്ട് അവർക്ക് പൂമാലണിഞ്ഞ ആളുകളാണ് എവിടെയുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വീരവാദം ഇവിടെ മുഴക്കിയിട്ട് സമസ്തക്ക് കോട്ടം നേടുന്ന പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് നിൽക്കാൻ ഈ മഹത്തായ സംഘടനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും മുതലായ ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് വെല്ലുവിളികളെയും അതിജയിക്കാൻ കഴിവുള്ള പണ്ഡിതനാണ് താനെന്ന് കേരള ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത് ആദർശം ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് പുറത്താക്കപ്പെട്ടത് എങ്കിൽ ഒരു കാര്യം അഭിമാനത്തോടുകൂടെ പറയാണ്, ഇതിന്റെ ചാരത്തന്ത വിശ്രമം കൊള്ളുന്ന മഹാനായ ശൈഖുന കെ.ടി. ഉസ്താദിന് മഹാനവറുകളൊക്കെ വരച്ച് കാണിച്ച പാതയിലൂടെ ഇവർ ഞങ്ങൾ നയിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു രോമത്തിനൊരു പോറലേൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഉച്ചൈസനം പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, മഹത്തായ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അസ്ഹർ അലി വൈസിയാണ്. അതുപോലെ തന്നെ